ഹായ്, എല്ലാവർക്കും മറ്റൊരു ലോങ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ കൈ ഇന്ന് സർജറി ചെയ്തിട്ട് 4ാമത്തെ ദിവസമായി കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. പിന്നെ ഞാനെല്ലാം ഉണ്ടാക്കുന്ന മക്കളാണ് സഹായിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് അമലു ഇവിടെ ഇല്ല കേട്ടോ. അമലു അനിയൻ്റെ വീട്ടിലാണുള്ളത്. കാരണം അച്ചാച്ചൻ ഹോസ്പിറ്റലിലാണ് കേട്ടോ. അച്ചാച്ചൻ ഹോസ്പിറ്റലായതുകൊണ്ട് അച്ചാച്ചൻ്റെ കൂടെ നിൽക്കുന്ന അനിയനാണ്. അപ്പോൾ അവരുടെ വീട്ടിലാണ് അമലിന്ന് കിടക്കാൻ പോയത്. അവർ തന്നെയല്ലേ ഉള്ളൂ. അതുകൊണ്ട് അമലു അവിടെയാണ്. അമലു രാവിലെ വരുള്ളൂ. അതുകൊണ്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നില്ല. കറി മാത്രം ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. അത് ചെയ്യാമല്ലോ അല്ലേ. ബാക്കി അതിനുള്ള കഴിക്കാനുള്ള കടി എന്തെങ്കിലും അപ്പം മേടിച്ചുകൊണ്ട് വരാൻ ഞാൻ പറഞ്ഞാണ് വിട്ടത് അമലിനോട് രാവിലെ കേട്ടോ. അപ്പം അമലു വരുമ്പോൾ അത് കൊണ്ടുവരും. അപ്പം മുട്ടക്കറി തയ്യാറാക്കാൻ വേണ്ടി പോകണം കേട്ടോ. അച്ചാച്ചൻ ഞാൻ ഹോസ്പിറ്റലിൽ സർജറിക്ക് പോയ സമയത്ത് അച്ചാച്ചനെ അനിയൻ്റെ വീട്ടിലോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്നാന്ന് വെച്ചാൽ ഞാൻ സർജറി കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കുറച്ച് സ്റ്റിച്ച് എടുക്കുന്നതിന് വരെ കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഫുഡിൻ്റെ കാര്യമാണെങ്കിലും ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കും. ഇപ്പോൾ ബ്രെഡാണെങ്കിൽ പോലും കഴിക്കും. പിന്നെ പിള്ളേർ കുക്കറിലൊക്കെ കഞ്ഞി വെക്കുന്നു. അച്ചാച്ചന് അതൊന്നും ഇഷ്ടപ്പെടുകയില്ല. അപ്പം അച്ചാച്ചന് പ്രോപ്പറായിട്ട് ഫുഡൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് ദിവസം, അതായത് എനിക്ക് സ്റ്റിച്ച് എടുക്കുന്നതിന് വരെ അവിടെ നിന്നോട്ടെ എന്ന് വിചാരിച്ചാണ് അവിടെ കൊണ്ടുവിട്ടത്. പക്ഷേ അതൊരു വല്ലാത്ത പൊല്ലാപ്പായെന്ന് പറഞ്ഞാൽ മതി. അച്ചാച്ചൻ അവിടെ ചെന്നിട്ട് അവിടെ അങ്ങോട്ട് അച്ചാച്ചന് ശരിയാകുന്നില്ല. അച്ചാച്ചൻ അവിടെ ചെന്നിട്ട് ഇരിക്കുക, ഒറ്റ ഇരിപ്പിരിക്കുക, ഉറങ്ങാതെ. റൂമിൽ കയറുകയില്ല, കിടക്കുകയില്ല. കസേരയിൽ ഒറ്റ കുത്തിയിരുന്നിട്ട് ഇങ്ങനെ കമന്ന് കിടക്കും. മടിയിലോട്ട് തല വെച്ചിങ്ങനെ കിടന്ന് ഉറങ്ങുകയില്ല, ഒറ്റ ഇരിപ്പിരുന്ന്. അങ്ങനെ ഇരുന്ന് അച്ചാച്ചൻ്റെ ദേഹത്ത് മുഴുവൻ നീര് കയറി കേട്ടോ. കാല് അത് നീരായി, പിന്നെ ദേഹം ഫുള്ള് നീരായി, മുഖം മൊത്തം നീരായി. കിടക്കുകയില്ല, ഇങ്ങനെ ആളാകെ മാറിപ്പോയ അവസ്ഥയായി. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് 3 ദിവസമായപ്പോൾ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവിട്ടേക്കാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവിട്ടപ്പം ഈ അവസ്ഥ കണ്ടിട്ട് ഞങ്ങൾക്ക് ആകെ എന്തോ പോലെയായി. കാരണം ഇവിടുന്ന് പോകുമ്പോൾ ആളിങ്ങനെ അല്ലല്ലോ. ഒരു കുഴപ്പമില്ലായിരുന്നു. ഇവിടെ പകലൊന്നും അങ്ങനെ കിടക്കുകയില്ലെങ്കിലും പകലൊക്കെ ഫുള്ള് ഇവിടെ പുസ്തകം വായനയാണ് അച്ചാച്ചൻ കേട്ടോ. രാത്രി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങും. 5:30 ആകുമ്പോൾ എഴുന്നേൽക്കും. അങ്ങനെയായിരുന്നു കേട്ടോ. വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. അപ്പം ആളെ അച്ചാച്ചനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ബുദ്ധിമുട്ട് ഈ കഷ്ടപ്പാടൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ കൊണ്ടുവന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ രാവിലെ ഹോസ്പിറ്റലിലാക്കി കേട്ടോ. അതിങ്ങനെ ഉറങ്ങാതിരുന്നതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓൾറെഡി അച്ചാച്ചന് ശ്വാസമുട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ മരുന്ന് കഴിച്ചു പോകുന്നുണ്ട്. അങ്ങനെ കൂടുതലായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇല്ലായിരുന്നു. ഇതൊക്കെ കൊണ്ട് ഇപ്പോൾ ഈ ഉറങ്ങാതിരുന്നതിൻ്റെ ഒരു പ്രശ്നം, അതാണ് മെയിൻ കാരണം. അപ്പോൾ അങ്ങനെ അച്ചാച്ചൻ ആശുപത്രിയിലായതുകൊണ്ട് ഇവിടെ ആളില്ല, അനിയൻ്റെ വീട്ടിലും ആളില്ല. അങ്ങനത്തെ അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് ഇന്ന് രാവിലെ കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങി വരാം എന്ന് പറഞ്ഞാണ് നമ്മൾ ഇന്നലെ വൈകിട്ട് പോയത് കേട്ടോ. അപ്പോൾ ഞാനേതായാലും മുട്ടക്കറി ഉണ്ടാക്കണം കേട്ടോ. ഞാൻ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ ഉള്ളിയും തക്കാളിയും നന്നായിട്ട് വഴറ്റി, ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇടാറുണ്ട് കേട്ടോ. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഞാൻ അതിൽ നിന്ന് നേർപകുതി വഴറ്റിയ ഉള്ളിയും തക്കാളിയൊക്കെ എടുത്തിട്ട് മിക്സിയുടെ ജാറിൽ ഒന്ന് അടിച്ചെടുക്കും. അതിന് ശേഷമാണ് അതിന് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് വീണ്ടും അരച്ചത് അതിലോട്ട് ഇടുന്നത്. കാരണം അതെന്താണെന്ന് വെച്ചാൽ നല്ല കൊഴുപ്പുണ്ടാകും അങ്ങനെ കറി വെച്ച് വരുമ്പോൾ. പിന്നെ തേങ്ങാപ്പാലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് പൊടികളും മല്ലിപ്പൊടികളും ഒന്നും ചേർക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. നല്ല കൊഴുപ്പുണ്ടാകും. ഇച്ചിരി ചാറൊക്കെ ആക്കിയാലും അങ്ങനെ വെള്ളം പോലൊന്നും ഇരിക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ മുട്ടക്കറി വെക്കാറ്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് അതൊക്കെ അരച്ചെടുത്ത് അതൊക്കെ ചേർക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് 2 പേർക്കും ക്ലാസ് ഉണ്ട്. അമലുവിന് ഇവിടെ വന്നേച്ച് വേണം പോകാൻ. മാളുവിന് ക്ലാസ് ഉണ്ട്. മാളു രാവിലെ എനിക്കെല്ലാം പാത്രങ്ങളെല്ലാം കഴുകി തന്നു, അടിച്ചു വാരി തന്നു, എല്ലാം ചെയ്തു കേട്ടോ. കുക്കറിൽ കഞ്ഞിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവർക്ക് കൊണ്ടുപോകാനും ഇന്ന് ഞാൻ വിചാരിക്കുന്നു, ഇപ്പോൾ അപ്പം മേടിച്ചുകൊണ്ട് വരണം, അപ്പം മുട്ടക്കറി അങ്ങനെ കൊണ്ടുപോകാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അമലു വന്നു കഴിഞ്ഞിട്ട് തീരുമാനിക്കാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ പാല്, ഞങ്ങൾക്കിപ്പോൾ പാല് സ്ഥിരമായി ഞങ്ങൾ മേടിക്കുന്നിടത്തില്ലായിരുന്നല്ലോ. അതുകൊണ്ട് ഇപ്പോൾ എല്ലാ ദിവസമൊന്നും പാലൊന്നുമില്ല. ഇടയ്ക്ക് മാത്രമേ പുറത്തുനിന്ന് പാലിന് മേടിക്കുള്ളൂ. ഇപ്പം മിൽമയിൽ പോയി വാങ്ങണമെന്ന് വിചാരിച്ചാൽ കൃത്യസമയത്ത് പോകാൻ ഇവിടെ ആൾ വേണ്ടേ. അതുകൊണ്ട് മിൽമയിൽ ആയിരിക്കില്ല ചിലപ്പോൾ വാങ്ങുന്നത്. ചിലപ്പോൾ പാക്കറ്റ് പാൽ വാങ്ങും. പാക്കറ്റ് പാൽ എനിക്ക് അത്ര ഇഷ്ടമില്ല കേട്ടോ. ഇവർക്കും അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമില്ല. പിന്നെ ഒന്നും ഇല്ലാത്തതിൻ്റെ വില കുടിച്ചു പോകുന്നു, അത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അമലു ഇപ്പോൾ വരും. അമലു ഏകദേശം വന്നിട്ടുണ്ട് കേട്ടോ. അമലുവിന് അപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അമലു പറഞ്ഞു പൂരിയേ ഉള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. ഈ പൂരിയുടെ വലിപ്പം കണ്ടിട്ട് അവർക്ക് തന്നെ ആകെ അന്താളിപ്പായിപ്പോയി. ഒരെണ്ണം തിന്നാൽ തന്നെ വയറ് നിറയും കേട്ടോ. ഭയങ്കര കട്ടിയാണ്. അങ്ങനെ അവർക്ക് കഴിക്കാനൊക്കെ ഞാൻ എടുത്തു കൊടുത്തു. കൊണ്ടുപോകാനും കൂടെ എടുത്ത് വെക്കാനും കേട്ടോ സ്കൂളിൽ. ആൾ പറഞ്ഞു എനിക്ക് ഒരെണ്ണം മതി എന്ന് പറഞ്ഞു. അമലുവും പറഞ്ഞു അങ്ങനെ മതി. അപ്പോൾ 2 പേർക്ക് ഞാൻ ഓരോന്ന് വീതം എടുത്ത് വെച്ചു, മുട്ടയും വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ചായ ഇതിനിടയ്ക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു. ചായ മിക്ക ദിവസം ചായ വെച്ചിട്ട് വേറെ എന്തെങ്കിലും പണിക്ക് അത് തിളച്ച് പോവാണ് പതിവ് കേട്ടോ. എന്നാലും തിളച്ചൊന്നും പോയില്ല, ഞാൻ കൂടെ തന്നെ നിന്നു. അവരതിൻ്റെ ഇടയ്ക്ക് അമല് യൂണിഫോം തേക്കാനും മറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. ഞാൻ അന്നേരത്തിന് ചായ എല്ലാം ഊറ്റി റെഡിയാക്കി കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. ചോറും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് തന്നെ, ചോറല്ല പൂരിയും മുട്ടക്കറി എടുത്ത് വെച്ചുകൊണ്ട് തന്നെ അതൊരു സമാധാനമായി. അതിന് പൊതിഞ്ഞെടുത്ത് അവർ കൊണ്ടുപോയിക്കോളും. അതിന് പിന്നെ ഞാൻ മെനക്കെടേണ്ട ആവശ്യമില്ല. അമലുവിന് യൂണിഫോം
തേക്കാൻ ഒരു മടിയുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വയ്യാത്തതുകൊണ്ട് എന്നോട് പറയാൻ പറ്റത്തില്ലല്ലോ. അമലുവിന് യൂണിഫോം തേക്കാൻ മടിയുള്ള മാളുമാണ് കേട്ടോ തേക്കുന്നത്. ഇപ്പോൾ പക്ഷേ അവളോട് പറയത്തില്ല, അവൾക്ക് ഒരുപാട് പണിയില്ലേ. മനസ്സില്ലാ മനസ്സോടെ അങ്ങനെ യൂണിഫോമൊക്കെ തേച്ച് അമലു ഇറങ്ങി കേട്ടോ. നല്ല മഴയാണ് ഇറങ്ങിയപ്പം. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേനും കൊച്ചും കൂടെ ഇറങ്ങും കേട്ടോ. അവൾക്ക് മോർണിംഗ് ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെയുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും കൂടെ ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ ബൈ.